സ്കൂൾ വിട്ട് വീട്ടിലെത്തി ഉമ്മയോട് കുശലവും പറഞ്ഞ് ഒരു മഴക്കോട്ടും കുടയുമായി യാത്ര പറഞ്ഞ് ട്യൂഷൻ സെന്ററിലേക്ക് പോയതായിരുന്നു അൽഫയാസ്. ആ ഒറ്റമുറി വീട്ടിൽ ഏക മകൻ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നതും കാത്തിരുന്ന അമ്മ ഹസീനയെ തേടിയെത്തിയത് പക്ഷേ ഹൃദയം നുറുങ്ങുന്ന മകന്റെ മരണവാർത്തയായിരുന്നു. തൊട്ടപ്പുറത്ത് മകൻ മരിച്ചു കിടക്കുന്നത് അറിയാതെയാണ് അമ്മ മകനു വേണ്ടി കാത്തിരുന്നത്. മരണവിവരമറിഞ്ഞ് അയൽവീടിന്റെ തിണ്ണയിലിരുന്ന് ആർത്തുലച്ച് കരയുന്ന ഹസീനയെ ആശ്വസിപ്പിക്കാൻ അവിടെ എത്തിയ ആർക്കും കഴിയുമായിരുന്നില്ല. തന്റെ ഏക മകൻ നഷ്ടപ്പെട്ട് വിതുമ്പി കരയുന്ന ആ ഉമ്മയുടെ കാഴ്ച അവിടെ കൂടി നിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിയിച്ചു. കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ രാത്രി 7:30 ഉഗ്ര ശബ്ദം കേട്ടാണ് അയൽക്കാർ വീട്ടിലേക്കുള്ള കഷ്ടിച്ച് ഒരാൾ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന നടപ്പുവഴിയിലേക്ക് ഓടിയെത്തുന്നത്. അവിടെ എത്തിയ നാട്ടുകാർ കാണുന്നത് 5 അടിയോളം ഉയരമുള്ള മതിൽ ഇടിഞ്ഞു വീണ് എതിർവശത്തെ മതിലിലേക്ക് മുഖം അമർന്ന നിലയിൽ കിടക്കുന്ന അൽഫയാസിനെയായിരുന്നു. സിമന്റ് കട്ടകൾ ദേഹത്ത് വീണ കുട്ടിയുടെ ശരീരം പൂർണ്ണമായും മൂടിയ നിലയിലായിരുന്നു. ചെരുപ്പും മഴക്കോട്ടും കുടയും അപകട സ്ഥലത്ത് ചിതറിക്കിടന്നിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ആളുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഒടുവിൽ ഏറെ പരിശ്രമിച്ചാണ് കുട്ടിയെ രക്ഷാപ്രവർത്തകർ പുറത്തെത്തിക്കുന്നത്. എന്നാൽ അപ്പോൾ അൽഫയാസിന് അനക്കമുണ്ടായിരുന്നില്ല. കുട്ടിയെ ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മകന്റെ വിയോഗമറിഞ്ഞ് ആലപ്പി പ്ലൈവുഡ് കമ്പനിയിലെ ജീവനക്കാരനായ പിതാവ് അലിയും ഓടിയെത്തിയിരുന്നു. ജീവന് ഭീഷണിയായി ഒരു വശത്തേക്ക് ചരിഞ്ഞു നിന്ന ഈ അപകടകരമായ മതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പരാതി നൽകിയിരുന്നതായി അയൽവാസികൾ പറയുന്നു. തുടർന്ന് പലതവണ അധികൃതർ സ്ഥലത്തെത്തുകയും മതിൽ പൊളിച്ചു നീക്കണമെന്ന് വീട്ടുകാർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മതിൽ പൊളിച്ചു മാറ്റാനോ ശരിയാക്കാനോ വീട്ടുകാർ ഇതുവരെയും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ആ മതിൽ പൊളിഞ്ഞു വീണത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മുകളിലൂടെയായിരുന്നു. അപകടത്തെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ച ഈ വീട്ടിലേക്ക് എത്തിയത് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. അന്നേ അവർ ആ മതിൽ പൊളിച്ചു നീക്കിയിരുന്നെങ്കിൽ ഇന്ന് ഒരു കുഞ്ഞു ജീവൻ അവിടെ നഷ്ടപ്പെടില്ലായിരുന്നു. ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ അൽഫയാസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.